ഹലോ കൂട്ടുകാരെ, പുതിയൊരു മണ്ഡലകാലത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭജനമടമൊക്കെ പെയിൻ്റൊക്കെ അടിച്ചൊന്ന് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്കും കുറച്ച് കുഞ്ഞു ജോലികളൊക്കെ കിട്ടിയായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സന്ധ്യയായി. അപ്പോഴത്തേക്കും പോറ്റിമാർ അയ്യപ്പൻ്റെ വിഗ്രഹം ഭജനമടത്തിലോട്ട് കൊണ്ടുവരുവാനായിട്ട് പുറപ്പെട്ടു. ഞങ്ങളും അവരുടെ കൂടെ പോയായിരുന്നു. ഈ കാണുന്ന അയ്യപ്പ വിഗ്രഹമാണ് ഞങ്ങൾ 25 വർഷമായിട്ട് ഞങ്ങളെ ഭജനമടത്തിൽ വെച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഗ്രഹം അവിടെ നിന്ന് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പോറ്റിമാർ ശില്പിക്ക് ചെറിയൊരു ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങിച്ചായിരുന്നു. അതിനുശേഷം അവർ കൊണ്ടുവന്ന ഒരു തോർത്ത് കൊണ്ട് അയ്യപ്പൻ്റെ മുഖം മെല്ലെ മറച്ചതിന് ശേഷം മെല്ലെ എടുത്ത് അവർ വന്ന വണ്ടിയിലോട്ട് വെച്ചു. ചന്ദനത്തിരിയൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചതിന് ശേഷം ഞങ്ങൾ അയ്യപ്പനെയും കൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഭജനമഠത്തിലെത്തി. അങ്ങനെ വണ്ടിയിൽ നിന്ന് അയ്യപ്പൻ്റെ വിഗ്രഹം മെല്ലെ എടുത്ത് ഭജനമഠത്തിൻ്റെ അകത്തായിട്ട് വെച്ചു. വെളുപ്പിന് 5 മണിക്കാണ് അയ്യപ്പനെ പീഠത്തിൽ വെക്കുന്നത്. അതിനുശേഷമാണ് ബാക്കി പൂജയും കാര്യങ്ങളുമൊക്കെ. അങ്ങനെ കൃത്യം 5 മണിയായപ്പോഴത്തേക്കും പോറ്റി വന്ന് അയ്യപ്പനെ പീഠത്തിൽ വെച്ചിട്ടുള്ള പൂജയൊക്കെ തുടങ്ങിയായിരുന്നു. അതിനുശേഷം ആരതി ഒഴിഞ്ഞ ദീപം ഭക്തജനങ്ങൾക്ക് തൊഴുവാനും കൊടുത്തു. കുറച്ചു പേർക്ക് മാല ഇടാനും ഉണ്ടായിരുന്നു. അതൊക്കെ പോറ്റി വന്ന് കഴുത്തിൽ അണിയിച്ചു കൊടുത്തു. ഇനിയുള്ളൊരു 70 ദിവസക്കാലം ഇവിടെ നിത്യവും പൂജയും വഴിപാടൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ചു നേരം അതൊക്കെ കണ്ട് അയ്യപ്പനെയും ഒന്ന് തൊഴുതതിന് ശേഷം നേരെ ഞാൻ വീട്ടിലോട്ട് വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണേ.